സോ ഇപ്പം അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? അസസ്മെന്റ്. നമ്മൾ ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. സോ അതിൽ തന്നെ സെക്കൻഡ് കാറ്റഗറിയാണ് അസസ്മെന്റ്, ടൈപ്സ് ഓഫ് അസസ്മെന്റ് ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് കാറ്റഗറി എന്തായിരുന്നു? ടൈപ്സ് ഓഫ് അസസ്മെന്റ് വിച്ച് വാസ് ബേസ്ഡ് ഓൺ പർപ്പസിന് ബേസ്ഡ് ആയിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ കണ്ടു. എത്ര ടൈപ്സ് ഉണ്ടായിരുന്നു? 4 ടൈപ്സ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഒന്ന് പ്ലേസ്മെന്റ് അസസ്മെന്റ്, സെക്കൻഡ് വാസ് ഫോർമേറ്റീവ് അസസ്മെന്റ്, തേർഡ് വൺ വാസ് സമ്മേറ്റീവ് അസസ്മെന്റ് ആൻഡ് ഫോർത്ത് വൺ വാസ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. ഓക്കെ, ഇനി എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണോ നമ്മൾ ചോദിക്കുന്നത് അതിന്റെ ബേസിസിൽ വി ഹാവ് ഗോട്ട് 2 ടൈപ്സ് ഓഫ് അസസ്മെന്റ്. വൺ ഇസ് ഒബ്ജക്റ്റീവ് അസസ്മെന്റ്, സെക്കൻഡ് ഇസ് സബ്ജക്റ്റീവ് അസസ്മെന്റ്. അപ്പൊ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് അല്ലെ അങ്ങനെ വരുന്ന. സബ്ജക്റ്റീവ് എന്ന് പറയുന്നതോ that is with respect to some reference, അല്ലെങ്കിൽ നമ്മുടെ തന്നെ റെഫറൻസ് വരിക എന്നൊക്കെ ഉള്ളതാണ് എന്ത്? സബ്ജക്റ്റീവ്. ബേസ്ഡ് ഓൺ എന്തെങ്കിലും വരുന്നതാണ് എന്ത്? സബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ആൻഡ് സബ്ജക്റ്റീവ് അസസ്മെന്റിൽ തന്നെ പിന്നെയും 3 കാറ്റഗറീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്രൈറ്റീരിയ റെഫറൻസ് അസസ്മെന്റ് ഉണ്ട്, നോം റെഫറൻസ് അസസ്മെന്റ് ഉണ്ട്, ആൻഡ് ഇപ്സറ്റീവ് അസസ്മെന്റ് ഉണ്ട്. So we'll see each one of these in detail. So first one is objective assessment. എന്താണ് objective assessment എന്ന് പറഞ്ഞത്? ഫിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവുക. ഒപ്പം അതിന് എക്സാമ്പിൾ എന്താ പറയാ? MCQ ക്വസ്റ്റ്യൻ അല്ലേ. അതിനെന്താണ്? 4 ആൻസർ ഉണ്ടെങ്കിൽ ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം നമ്മുടെ ആൻസർ ആണ് നമുക്ക് അറിയാം അല്ലേ. പിന്നെ എന്താണ്? ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ അതും അങ്ങനെയാണ്. ട്രൂ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടോ? ഇങ്ങനെ ആണെങ്കിൽ ട്രൂ, അങ്ങനെ ആണെങ്കിൽ ഫോൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് ഹാവിംഗ് എ ഫിക്സ്ഡ് പെർട്ടിക്കുലർ കറക്റ്റ് ആൻസർ. പിന്നെ സെക്കൻഡ് എന്താണ്? ഇതിപ്പോ സ്കോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്ക് ചെയ്യുമ്പോൾ എന്താണ്? ടീച്ചറെ ബേസ് ചെയ്തിട്ടാണോ മാർക്കിംഗ് വരുന്നത്? അല്ല. ആ കുട്ടി അതിന് ട്രൂ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ട്രൂവിന് 1 മാർക്ക് ആണെങ്കിൽ 1 മാർക്ക് കിട്ടും അല്ലേ. പക്ഷെ എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു എസ്സേ ആണെങ്കിലോ? എസ്സേ വരുമ്പോൾ എങ്ങനെയാണ്? നമ്മളിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, 10 മാർക്കിന്റെ ഒരു എസ്സേ കൊടുത്താൽ ഒരു ടീച്ചർ 7 മാർക്ക് ഇട്ടാൽ അതേ എസ്സേക്ക് വേറൊരു ടീച്ചർ 9 മാർക്കും കൊടുക്കാം അല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട്? ദാറ്റ് ഈസ് സബ്ജക്റ്റീവ്. ഇതെന്താണ്? ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ഹാവ് എ സിംഗിൾ കറക്റ്റ് ആൻസർ ആൻഡ് ദ സ്കോർ വിൽ നോട്ട് ബി ബയസ്ഡ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു കുക്കറി കോൺടെസ്റ്റിന്റെ ഒക്കെ എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ കുക്കറി കോൺടെസ്റ്റിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ അതിലിപ്പോ നമ്മൾ ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് ഒരു MCQ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓംസ് ലോയിൽ MCQ കൊടുക്കുകയാണെങ്കിൽ ഈ MCQസിന് എന്താണ്? ഒരു സിംഗിൾ ആൻസറേ ഉണ്ടാവുള്ളൂ അല്ലെ. ആൻസർ ആയിട്ട് വരുന്നത് ഒരു സിംഗിൾ വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു സിംഗിൾ ഓപ്ഷൻ ആയിരിക്കും. അതിനൊരു മാർക്സും എങ്ങനെയായിരിക്കും? അതേപോലെ തന്നെ ഡിവൈഡഡ് ആയിരിക്കും അതിന്റെ മാർക്സും. സോ ഇതെന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ആണ്. ഇനി സബ്ജക്റ്റീവ് അസസ്മെന്റ് ആണെങ്കിൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇതാണെങ്കിൽ എന്താണ്? സ്കോറിന് ഒരു ബയസ് പോസിബിൾ ആണ്. ദർ ഇസ് എ ജഡ്ജ്മെന്റ് ബേസ്ഡ് ഇവാലുവേഷൻ. ഒബ്ജക്റ്റീവ് അസസ്മെന്റിൽ എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ജഡ്ജ്മെന്റ് ബേസ്ഡ് ഇവാലുവേഷൻ ആയിരിക്കും. ഇത് രണ്ടുമാണ് ഓർക്കേണ്ടത്. ഓക്കെ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ജഡ്ജ്മെന്റ് ബേസ്ഡ് ഇവാലുവേഷൻ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണ്? ഇപ്പൊ ഒരു ജഡ്ജിന് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആവില്ല മറ്റൊരു ജഡ്ജിന്. ഇപ്പൊ 2 ഡിഷ് നമ്മളൊരു ജഡ്ജിന്റെ മുമ്പിൽ വെച്ചു, 2 ഡിഫറെന്റ് ജഡ്ജസിന്റെ മുമ്പിൽ എത്തിച്ചു എന്ന് വെച്ചോ. അപ്പം ഓരോ ജഡ്ജിനും ഇപ്പം ഒരു ജഡ്ജിന് ഇപ്പം നോൺ വെജ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റേ ജഡ്ജിന് വെജിന്റെ പ്രിഫറൻസ് കാണുമായിരിക്കും. രണ്ടുപേരും കഴിക്കുമായിരിക്കും, പക്ഷെ പ്രിഫറൻസ് കാണുമായിരിക്കും. അങ്ങനെ ആവുമ്പോൾ ഒരു കുക്കറി കോൺടെസ്റ്റിൽ വരുമ്പോൾ നമ്മൾ ജഡ്ജിങ്ങിൽ വരുമ്പോൾ ഒരു ജഡ്ജിന് ഇഷ്ടപ്പെട്ടത് മറ്റേ ജഡ്ജിന് അതേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെ. അങ്ങനെ വരാം. പിന്നെ എന്താണ്? എസ്സേ റൈറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസറിങ്, ഇതെല്ലാം എന്തിന്റെ ബേസിസിലാണ്? ഒരു ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യും ഈ പോയിന്റ്സ് എല്ലാം ഉണ്ടോ, ഓക്കെ, ഈ പോയിന്റ്സ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എസ്സേ എങ്ങനെയാണ് അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എസ്സേ പല ടീച്ചേഴ്സ് പല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാം. അതൊക്കെ എന്താണെന്നാ പറയുന്നത്? സബ്ജക്റ്റീവ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ആൻഡ് സബ്ജക്റ്റീവ്. ഇനി സബ്ജക്റ്റീവ് അസസ്മെന്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് റെഫറൻസ് ടു സംതിങ് നമുക്കൊരു റെഫറൻസ് പോയിന്റ് എടുക്കാം. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മുടെ റെഫറൻസ് പോയിന്റ് ഫിക്സ്ഡ് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? ക്രൈറ്റീരിയ റെഫറൻസ് അസസ്മെന്റ്. അതായത് എന്താണ്? ഇറ്റ് ഈസ് അഗൈൻ റെഫറൻസ്, ഇറ്റ് ഈസ് പെർഫോമൻസ് ഈസ് ഇവാലുവേറ്റഡ് against a fixed standard. ഓക്കെ, അതായത് നമ്മൾ 100ൽ മാർക്ക് ഇടുകയാണ്. 100ൽ മാർക്ക് ഇട്ടാൽ നമുക്ക് എന്താണ്? നമുക്ക് കിട്ടുന്ന ഏതൊരു കുട്ടിക്ക് കിട്ടുന്ന മാർക്സും ഔട്ട് ഓഫ് 100 ആണ്. ഈ 100 എന്നുള്ളതാണ് അവിടുത്തെ ഫിക്സ്ഡ് റെഫറൻസ്. ഫുൾ മാർക്ക് ആണെങ്കിൽ എല്ലാം ശരിയാണെങ്കിൽ എന്താ? 100 on 100 കിട്ടും. അല്ലെങ്കിൽ എന്താണ്? 80 on 100 കിട്ടും, അല്ലെങ്കിൽ 90 on 100 കിട്ടും. അപ്പൊ എല്ലാം ഓൺ എന്താണ്? ഈ 100 ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ എ ഫിക്സ്ഡ്
റെഫറൻസ്, ഫിക്സ് സ്റ്റാൻഡേർഡ്. ഇനി നോൺ റെഫറൻസ് അസസ്മെന്റ് ആണെങ്കിലോ അതൊരു ഗ്രൂപ്പിനെ റെഫർ ചെയ്തിട്ടാണ്. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, നമ്മൾ പെർസെന്റൈൽ ഓർമ്മയുണ്ടോ? നമ്മൾ ചിലയിടത്തൊക്കെ പെർസെന്റേജ് കാണും, വേറെ ചിലയിടത്ത് പെർസെന്റൈലാ കാണുക. പെർസെന്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ഇപ്പം 100 സ്റ്റുഡൻസ് പെർഫോം ചെയ്തു, അതിൽ ഏറ്റവും ടോപ്പ് വന്നത് 98 മാർക്സ് ആണെന്ന് വെച്ചോ. ഈ 98 മാർക്സ് വന്ന കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കും? 100% കൊടുക്കും. എന്നിട്ട് ഈ കുട്ടിയെ റെഫറൻസ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ളവർക്ക് മാർക്ക് ഇടുന്നത്. അതായത് ആ ഗ്രൂപ്പിലെയാണ് നമ്മൾ എന്ത് ആസ് എ റെഫറൻസ് എടുക്കുന്നത്, കമ്പയർഡ് ടു ദ പെർഫോമൻസ് ഓഫ് എ ഗ്രൂപ്പ്. ഓക്കെ, അങ്ങനെ വരുന്ന ഒരു റെഫറൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ റെഫറൻസ് വെച്ചിട്ട് എടുക്കുന്ന ഒരു അസസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ റെഫേർഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെഫറൻസ് ഇവിടെ വരുന്നത് എന്താണ്? ഒരു ഫിക്സ്ഡ് റെഫറൻസ് അല്ല വരുന്നത്, ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള റെഫറൻസ് ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ പ്രോജക്റ്റിന് മാർക്ക് ഇട്ടു എന്ന് വെച്ചോ, 5 പേരുണ്ട് ആ പ്രോജക്ട് മെമ്പേഴ്സ്. ഓക്കെ, ഈ 5 പേർക്ക് നമ്മൾ മാർക്ക് ഇടുമ്പം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫുൾ മാർക്ക് കൊടുക്കും. എന്നിട്ട് ഈ ഫുൾ മാർക്ക് വെച്ചിട്ട് ബാക്കി കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ഇവനെ കമ്പയർ ചെയ്തിട്ട് ആ കുട്ടി അത്രയും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ നമ്മൾ മാർക്ക് ഇടുന്നതാണ് എന്ത്? നോൺ റെഫേർഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇപ്സറ്റീവ് അസസ്മെന്റ്. ഇപ്സറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഇപ്സറ്റീവ് അസസ്മെന്റ്. അപ്പൊ നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. നമ്മുടെ കമ്പാരിസൺ എപ്പോഴും എന്തായിരിക്കണം? നമ്മളെക്കാളും ആയിരിക്കണം. നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നതിലും ഇന്ന് ബെറ്റർ ആണെങ്കിൽ വി ഷുഡ് ബി ഹാപ്പി അബൌട്ട് ഇറ്റ്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു അസസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇപ്സറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. സോ ഇത് നമുക്ക് എങ്ങനെ സമറൈസ് ചെയ്യാം? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റനിങ് സ്ട്രാറ്റജി നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും. അതായത് നീഡ്സ് ഫിക്സ്ഡ് ആൻസർ ആണെങ്കിൽ എന്താണ്? അത് ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ആണ്. ഫിക്സ്ഡ് ആൻസർ അല്ലെങ്കിൽ അതെന്താണ്? സബ്ജക്റ്റീവ് അസസ്മെന്റ് ആണ്. ഈ സബ്ജക്റ്റീവ് അസസ്മെന്റിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റഡ് എഗൻസ്റ്റ് അതർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, സോ ഇതില് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളത്, ഇത് ഒബ്ജക്റ്റീവ് അസസ്മെന്റിന്റെ അടിയിലെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടാണ് എന്ത് പറയുന്നത്? നമ്മൾ സ്റ്റാൻഡേർഡ്സ് അഗൻസ്റ്റ് ആയിട്ട് റെഫർ ചെയ്തിരിക്കുന്നത്. രണ്ടിടത്ത് രണ്ടുപോലെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും എന്നും പറയാം. പിന്നെ അതിൽ തന്നെ 3 കാറ്റഗറീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം? ഫിക്സ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അസസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ക്രൈറ്റീരിയൻ ബേസ്ഡ് എന്ന് പറയാം. നമ്മുടെ കൂടെയുള്ളവരും അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നോം റേസ്ഡ് ആയിട്ട്, നോം റെഫേർഡ് ആയിട്ട് എന്ന് പറയാം. പിന്നെ നമ്മുടെ തന്നെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം, അതായത് മുന്നത്തെ പെർഫോമൻസും ഇപ്പോഴത്തെ പെർഫോമൻസും അങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇപ്സറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. സോ ദീസ് ആർ ദ അസസ്മെന്റ് ടൈപ്സ്. ഓക്കെ, ബേസ്ഡ് ഓൺ ക്വസ്റ്റനിങ്. ഇനി അടുത്തത് ഇത് അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് 2 സ്ലൈഡ് ഉണ്ട് നമുക്ക്. സോ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം തിങ്സ് ആണ്, നമ്മൾ ഇതുവരെ പറഞ്ഞു തന്നെയാണ്. പക്ഷെ ഫീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. സോ ദിസ് വിൽ ബി ക്ലിയർ ഫോർ യു. അതേപോലെ ഈ സ്ലൈഡിലും ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ക്രൈറ്റീരിയ ബേസ്ഡ്, അതായത് നോം ബേസ്ഡ് ആൻഡ് ഇപ്സറ്റീവ് ബേസ്ഡ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, വിത്ത് എക്സാമ്പിൾസ്. ഇത് എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? വിത്ത് എക്സാമ്പിൾസ് തന്നെ സൈറ്റ് ചെയ്യാനായിട്ട് ഓർക്കാം.